നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി. നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സയ്ക്കായി എത്തിയ നെയ്യാറ്റിൻകര സ്വദേശി രാജേഷ് കുമാർ കുഴഞ്ഞു വീണു മരിച്ചു. നെഞ്ചുവേദനയാണെന്ന് അറിയിച്ചിട്ടും ക്യൂവിൽ നിൽക്കാൻ നിർദ്ദേശിച്ചെന്നും അരമണിക്കൂറോളം ക്യൂവിൽ നിന്ന ശേഷം രാജേഷ് കുമാർ കുഴഞ്ഞു വീണുവെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. സൂപ്രണ്ട് എന്താണ് വിശദീകരിക്കുന്നത്? റോഷ്നി, നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ചികിത്സ ലഭിക്കാൻ വൈകി, അതിന് പിന്നാലെ രോഗിക്ക് മരണം സംഭവിച്ചു എന്നുള്ളതാണ് ആരോപണമായി ഉയരുന്നത്. നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള 52 വയസ്സുകാരൻ രാജേഷ് കുമാർ, അദ്ദേഹത്തിനാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6:45 റോഷ്നി അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ കുടുംബാംഗങ്ങൾ, ഇപ്പോൾ നമ്മൾ അവരുടെ പ്രതികരണം കേട്ടതുപോലെ തന്നെയാണ്, അവർ ആശുപത്രിയിലേക്ക് എത്തുന്നു. അപ്പോൾ അകത്തേക്ക് പോകാൻ കഴിയില്ല, OP ടിക്കറ്റ് വേണമെന്ന് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ അറിയിക്കുകയാണ്. അതിന് പിന്നാലെയാണ് അവര് OP ടിക്കറ്റ് എടുത്തു. പിന്നീട് അവിടെ ഡോക്ടറെ കണ്ടതിന് ശേഷം ECG എടുക്കാൻ നിർദ്ദേശിക്കുകയാണ്. അവിടെ ചെന്നപ്പോഴും ഇതേപോലെ തന്നെ സ്ലിപ്പ് എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. വീണ്ടും സമയം വൈകുന്നു. അങ്ങനെ എന്തായാലും ECG എടുത്ത് അവിടെ നിന്ന് അദ്ദേഹം എണീക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ മരണം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. കൃത്യസമയത്ത് തന്നെ അദ്ദേഹം വന്നപ്പോൾ തന്നെ അകത്തേക്ക് ഈ സെക്യൂരിറ്റി തടയാതെ കയറ്റി വിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ നടക്കുകയും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ പലയിടങ്ങളിലായിട്ട് താമസമുണ്ടായി, അങ്ങനെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉയരുന്ന ഒരു ആരോപണം. റോഷ്നി, എന്തായാലും വലിയ പ്രതിഷേധം ആശുപത്രിയിൽ കണ്ടു. വിവിധ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ അവിടുത്തെ പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന് പിന്നാലെ തന്നെ എന്തായാലും ഈ സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ ഇപ്പോൾ ആശുപത്രി അധികൃതർ നടപടി എടുത്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അന്വേഷണം പൂർത്തിയാകുന്നത് വരെ മാറ്റി നിർത്തി എന്നുള്ള കാര്യമാണ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, ആരോഗ്യവകുപ്പും ഇപ്പോൾ ഇതിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ സൂപ്രണ്ടിനോട് അടിയന്തരമായി തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട എന്താണ് അവിടെ നടന്നത്, ചികിത്സ വൈകിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അടക്കം റിപ്പോർട്ട് നൽകുവാൻ വേണ്ടി ആരോഗ്യമന്ത്രിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് നൽകുമെന്നാണ് സൂപ്രണ്ട് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അത് മാത്രവുമല്ല, CCTV അടക്കം പരിശോധിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസം ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടുതൽ പരിശോധന നാളെ നടത്തും എന്നുള്ള കാര്യം കൂടി സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ആശുപത്രി അധികൃതരോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന റോഷ്നി, 6:58 അദ്ദേഹത്തിന്റെ OP ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 7:02 ECG എടുത്തു എന്നുള്ളതാണ് അവരുടെ സിസ്റ്റത്തിൽ കാണുന്നത് എന്നാണ് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കം ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. ആശുപത്രി പറയുന്നത് പ്രകാരമാണെങ്കിൽ ഒരു 3-4 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കുടുംബം ആരോപിക്കുന്നത് എന്തായാലും അങ്ങനെയല്ല. എന്തായാലും CCTV അടക്കം പരിശോധിച്ച് കൃത്യമായ ഒരു അന്വേഷണം ഇത് നടക്കേണ്ടതുണ്ട്. ഡിവൈഎസ്പിയുടെ അടക്കം നേതൃത്വത്തിലാണ് ഇന്ന് എന്തായാലും ഒരു അനുരഞ്ജന ശ്രമമൊക്കെ നടന്നത്. നിലവിൽ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. റോഷ്നി, നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. ശരി.